ഹലോ ഡിയർ സ്റ്റുഡൻസ്, കോമക്സ് ട്യൂട്ടോറിയലിൻ്റെ മറ്റൊരു വീഡിയോ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഫിനാൻഷ്യൽ അക്കൗണ്ടിംഗ് എന്ന സബ്ജക്റ്റിലെ നെക്സ്റ്റ് ചാപ്റ്റർ ആയിട്ടുള്ള ഇഷ്യൂ ഓഫ് ഡിബെഞ്ചർ എന്ന ടോപ്പിക്കാണ് നമ്മൾ ഈ വീഡിയോ മുതൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. കഴിഞ്ഞ വീഡിയോകളിലായിട്ട് ഇഷ്യൂ ഓഫ് ഷെയർസ് എന്ന ടോപ്പിക്കും അതിൻ്റെ മുമ്പ് നമ്മൾ സിംഗിൾ എൻട്രി സിസ്റ്റവും നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് നെക്സ്റ്റ് ചാപ്റ്റർ ആയിട്ടുള്ള ഇഷ്യൂ ഓഫ് ഡിബെഞ്ചർ പഠിച്ചു തുടങ്ങാം. ആദ്യമേ പറയട്ടെ, ഇഷ്യൂ ഓഫ് ഷെയർസ് പഠിച്ച ഒരു വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം ഇഷ്യൂ ഓഫ് ഡിബെഞ്ചർ പഠിക്കാൻ വളരെ സിമ്പിളാണ്. കാരണം ഇഷ്യൂ ഓഫ് ഷെയർസിൻ്റെ അതേ കൺസെപ്റ്റ് തന്നെയാണ് നമ്മൾ ഇഷ്യൂ ഓഫ് ഡിബെഞ്ചറിലും പഠിക്കുന്നത്. ഇഷ്യൂ ഓഫ് ഡിബെഞ്ചറിൽ നമ്മൾ ഷെയർ ക്യാപിറ്റലിന് പകരം ഇവിടെ ഡിബെഞ്ചർ അക്കൗണ്ടും, ഷെയറിന് പകരം എന്ത് യൂസ് ചെയ്യും? ഡിബെഞ്ചർ എന്ന വേർഡ് യൂസ് ചെയ്യും. അത്രയേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഇനി അങ്ങോട്ടുള്ള വീഡിയോസ് കാണുമ്പോൾ മനസ്സിലായിക്കോളും. ഓക്കെ, അപ്പോൾ നമ്മൾ തുടങ്ങാൻ പോവുകയാണ്. എന്താണ് ഡിബെഞ്ചർ? ഒരു കമ്പനിക്ക് റൺ ചെയ്യണമെങ്കിൽ ഫണ്ട് അത്യാവശ്യമാണ്. അത് ചിലപ്പോൾ ഷോർട്ട് ടൈം ഫണ്ടാകാം. ഷോർട്ട് ടൈം ഫണ്ട് എന്ന് പറയുമ്പോൾ കമ്പനിയുടെ ഡേ ടു ഡേ വർക്കിങ്ങിന് ആവശ്യമായിട്ടുള്ള ഫണ്ട്. അപ്പോൾ ഷോർട്ട് ടൈം എക്സ്പെൻസ് മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഫണ്ട്, അതാണ് ഈ ഷോർട്ട് ടൈം ഫണ്ട് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതേപോലെ തന്നെ ലോങ് ടൈം ഫണ്ടും ആവശ്യമാണ്. ലോങ് ടൈം ഫണ്ട് എന്തിനാണ് ഉപയോഗിക്കാം? ഇപ്പോൾ ഈ ഫിക്സ്ഡ് അസറ്റൊക്കെ പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ ഒരു കമ്പനിക്ക് ലോങ് ടൈം ഫണ്ടിൻ്റെ ആവശ്യം വന്നാൽ ഷെയർ ക്യാപിറ്റൽ ഇഷ്യൂ ചെയ്തിട്ട് ഫണ്ട് റേസ് ചെയ്യാം. അതേപോലെ ബാങ്കിൽ നിന്നോ അല്ലെങ്കിൽ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനിൽ നിന്നൊക്കെ ലോങ് ടൈം ലോൺ എടുക്കാം. ഇനി കമ്പനിക്ക് ഡിബെഞ്ചർ ഇഷ്യൂ ചെയ്തിട്ടും ഫണ്ട് റേസ് ചെയ്യാം. അപ്പോൾ ഒരു കമ്പനിക്ക് ലോങ് ടൈം ഫണ്ടിൻ്റെ ആവശ്യം വന്നു കഴിഞ്ഞാൽ ഷെയർ ക്യാപിറ്റൽ ഇൻക്രീസ് ചെയ്യിക്കാതെ പബ്ലിക്കിൽ നിന്നും ഫണ്ട് ബോറോ ചെയ്യാൻ സാധിക്കും. ഇങ്ങനെ ലോങ് ടൈം റിക്വയർമെൻറ്റ് മീറ്റ് ചെയ്യാൻ വേണ്ടി ഡിബെഞ്ചർ ഇഷ്യൂ ചെയ്തുകൊണ്ട് പബ്ലിക്കിൽ നിന്നും ഫണ്ട് ബോറോ ചെയ്യുന്ന രീതിയാണ് ഇഷ്യൂ ഓഫ് ഡിബെഞ്ചർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കമ്പനി പബ്ലിക്കിൽ നിന്നും കടം മേടിക്കുന്നതിനെയാണ് ഇഷ്യൂ ഓഫ് ഡിബെഞ്ചർ എന്ന് പറയാം. അപ്പോൾ കമ്പനി ഡിബെഞ്ചർ ഇഷ്യൂ ചെയ്ത് കഴിഞ്ഞാൽ ആ ഡിബെഞ്ചർ വാങ്ങാൻ താല്പര്യമുള്ളവർ ഡിബെഞ്ചർ വാങ്ങും. അപ്പോൾ കമ്പനിക്ക് ഫണ്ട് കിട്ടുകയും ആ ഫണ്ട് കിട്ടിയതിന് ഒരു അക്നോളജ്മെൻ്റ് ആയിട്ട് ഒരു ഡോക്യുമെൻ്റ് പബ്ലിക്കിന് കൊടുക്കും. ആ അക്നോളജ്മെൻറ്റിൽ എന്ത് എഴുതിയിട്ടുണ്ടാവും? ഇത്ര രൂപ ഇന്ന ആളിൽ നിന്ന് ഇത്ര റേറ്റ് ഓഫ് ഇൻട്രസ്റ്റിൽ വാങ്ങിയിട്ടുണ്ട് എന്ന് ആ അക്നോളജ്മെൻറ്റിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടാകും. ഓക്കെ, അപ്പോൾ നമുക്കിതൊന്ന് വായിക്കാം. ഇൻ ഓർഡർ ടു റൈസ് റിക്വയർമെൻറ്റ് ഫണ്ട് വിത്തൗട്ട് ഇൻക്രീസിങ് ഷെയർ ക്യാപിറ്റൽ they may resort to borrowing money from public. ഡിബെഞ്ചർ ഇഷ്യൂ ചെയ്തുകൊണ്ട് പബ്ലിക്കിൽ നിന്നും മണി ബോറോവ് ചെയ്ത് കമ്പനിയുടെ ലോങ് ടൈം റിക്വയർമെൻറ്റ് കമ്പനിക്ക് നികത്താം. ഇഷ്യൂ ഓഫ് ഡിബെഞ്ചർ ഈസ് വൺ ഓഫ് ദി മെത്തേഡ് ഓഫ് ബോറോവിങ്. കമ്പനിയെ സംബന്ധിച്ചിടത്തോളം ഇഷ്യൂ ഓഫ് ഡിബെഞ്ചർ എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട ഒരു ബോറോവിങ് മെത്തേഡാണ്. ഇവിടെ ദ ഡിബെഞ്ചർ ഹോൾഡേഴ്സ് ആർ റിഗാർഡ് ആസ് ദ ക്രെഡിറ്റേഴ്സ് ഓഫ് ദി കമ്പനി. ഒരു കമ്പനിയെ സംബന്ധിച്ചിടത്തോളം ഡിബെഞ്ചർ ഹോൾഡേഴ്സ് ആരാണ്? ഡിബെഞ്ചർ ഹോൾഡേഴ്സ് ഡിബെഞ്ചർ വാങ്ങിയവരാരാണോ അവരെയാണ് നമ്മൾ ഡിബെഞ്ചർ ഹോൾഡേഴ്സ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഡിബെഞ്ചർ ഹോൾഡേഴ്സ് കമ്പനിയെ സംബന്ധിച്ചിടത്തോളം ക്രെഡിറ്റേഴ്സ് ആണ്. ദേ ആർ എൻറ്റൈറ്റിൽഡ് ടു പീരിയോഡിക്കൽ പേയ്മെൻറ്റ് ഓഫ് ഇൻട്രസ്റ്റ് അറ്റ് എ ഫിക്സ്ഡ് റേറ്റ്. കമ്പനി ഈ ഡിബെഞ്ചർ ഹോൾഡേഴ്സിന് ഇൻട്രസ്റ്റ് കൊടുക്കണം. അപ്പോൾ ഒരു ഫിക്സ്ഡ് റേറ്റ് ഇൻട്രസ്റ്റ് ഉണ്ടാകും. ആ എത്രയാണോ നമ്മൾ ഡിബെഞ്ചർ ഇഷ്യൂ ചെയ്തപ്പോൾ അതിൽ പറഞ്ഞിട്ടുള്ള റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്, അത് ഓരോ പീരിയോഡിക്, അത് ഈ ഹാഫ് ഇയർലി ആവാം, ക്വാർട്ടർലി ആവാം, ഇനി ആനുവലി ആവാം, ആ ഒരു പീരിയോഡിക്കൽ പേയ്മെൻറ്റിൽ അതിന് ഇൻട്രസ്റ്റ് കൊടുക്കണം. കമ്പനി കടം വാങ്ങിയതാണ്. ആ കടം വാങ്ങിയതിന് ഓരോ പീരിയോഡിക്കായിട്ട് ഹാഫ് ഇയർലിയോ അല്ലെങ്കിൽ ഇയർലിയോ ആയിട്ടൊക്കെ ഇൻട്രസ്റ്റ് പേ ചെയ്യണം. ആൻഡ് ആർ ആൾസോ എൻറ്റൈറ്റിൽഡ് ടു റിഡംഷൻ ഓഫ് ദെയർ ഡിബെഞ്ചർ ആസ് പെർ ദി ടേംസ് ആൻഡ് കണ്ടീഷൻ ഓഫ് ദി ഇഷ്യൂ. അപ്പോൾ ഇഷ്യൂ ചെയ്യുന്ന സമയത്ത് ഇന്ന ഡേറ്റിൽ അല്ലെങ്കിൽ ഇത്ര കാലം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഡിബെഞ്ചർ റിഡംഷൻ ചെയ്യാം, റിഡീം ചെയ്യാം എന്ന് വെച്ചാൽ റീപേ ചെയ്യാം എന്ന് പറഞ്ഞിട്ടുണ്ടാകും. അപ്പോൾ ആ കാലം കഴിഞ്ഞ് കഴിഞ്ഞാൽ അല്ലെങ്കിൽ അത്ര പീരീഡ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ കടം വാങ്ങിയിട്ടുള്ള എമൗണ്ട് അത് എന്ത് ചെയ്യണം? തിരിച്ച് കൊടുക്കണം. ഇനി ഡിബെഞ്ചർ ഹോൾഡേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഡിബെഞ്ചർ ഹോൾഡേഴ്സിന് വോട്ടിംഗ് റൈറ്റ് ഇല്ല. ക്ലിയർ അല്ലേ? നെക്സ്റ്റ്, മീനിങ് ആൻഡ് ഡെഫിനിഷൻ. ദ വേർഡ് ഡിബെഞ്ചർ ഈസ് ഡിറൈവ്ഡ് ഫ്രം ദി ലാറ്റിൻ വേർഡ് ഡിബയർ, മീനിങ് ടു ഓ.
ഡിബഞ്ചർ എന്ന വേർഡ് ലാറ്റിൻ വേർഡായിട്ടുള്ള ഡിബെയർ എന്നിൽ നിന്നാണ് ഡിറൈവ് ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ ഡിബെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടു ഓവ് എന്നാണ്. ടു ഓവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കടപ്പെട്ടിരിക്കുന്നു എന്നാണ് അർത്ഥം. അപ്പോൾ സിംപ്ലസ്റ്റ് സെൻസിൽ ഡിബഞ്ചർ എന്ന് പറയുമ്പോൾ ഇറ്റ് മീൻസ് എ ഡോക്യുമെൻറ്റ് വിച്ച് ഐദർ ക്രിയേറ്റ് ഓർ അക്നോളജ് എ ഡെപ്റ്റ്. കമ്പനി ഡെപ്റ്റ് വാങ്ങിയിട്ടുണ്ടെന്ന് ബോധ്യപ്പെടുത്തിക്കൊണ്ട്, അഥവാ ക്യാഷ് വാങ്ങിയിട്ടുണ്ടെന്ന് ബോധ്യപ്പെടുത്തിക്കൊണ്ട് കമ്പനിയുടെ കോമൺ സീൽ വെച്ച് ഇഷ്യൂ ചെയ്യുന്ന ഒരു അക്നോളജ്മെൻ്റ് ആണ് ഡിബഞ്ചർ എന്നുള്ളത്. ഓക്കെ, ആസ് പെർ സെക്ഷൻ 2 സബ്സെക്ഷൻ 13 ഓഫ് ദി കമ്പനീസ് ആക്ട്. സെക്ഷൻ 2 സബ്സെക്ഷൻ 13 കമ്പനീസ് ആക്ട് പ്രകാരം ഡിബഞ്ചർ ഇൻക്ലൂഡ് എന്തൊക്കെയാണ്? ഡിബഞ്ചർ സ്റ്റോക്ക്, ബോണ്ട് ആൻഡ് എനി അതർ സെക്യൂരിറ്റി ഓഫ് എ കമ്പനി വെദർ കോൺസ്റ്റിറ്റ്യൂട്ടിംഗ് എ ചാർജ് ഓൺ ദി അസെറ്റ് ഓഫ് ദി കമ്പനി ഓർ നോട്ട്. അപ്പോൾ ഈ ഒരു ഡെഫിനിഷനാണ് കമ്പനീസ് ആക്റ്റിൽ പറഞ്ഞിട്ടുള്ളത്. ഡിബഞ്ചറിൽ എന്തൊക്കെ ഉൾപ്പെടുന്നുണ്ട്? ഡിബഞ്ചർ സ്റ്റോക്ക്, ബോണ്ട്, വേറെ ഏതെങ്കിലും സെക്യൂരിറ്റീസൊക്കെ ഡിബഞ്ചറിൽ ഉൾപ്പെടുന്നുണ്ട്. ക്ലിയർ അല്ലേ? ഓക്കെ, നെക്സ്റ്റ് നമുക്ക് ക്യാരക്ടറിസ്റ്റിക്സ് ഓർ ഫീച്ചേഴ്സ് ഓഫ് ഡിബഞ്ചർ എന്താണെന്ന് നോക്കാം. ഫസ്റ്റ് ക്യാരക്ടറിസ്റ്റിക്സ്, ഇറ്റ് ഈസ് എ റിട്ടൺ അക്നോളജ്മെൻറ്റ് ഓഫ് ഡെപ്റ്റ് ടേക്കൺ ബൈ ദി കമ്പനി. കമ്പനി പബ്ലിക്കിൽ നിന്നും കടം വാങ്ങിയിട്ടുണ്ട് എന്ന് അക്നോളജ് ചെയ്യുന്ന ഒരു റിട്ടൺ ഡോക്യുമെൻ്റ് ആണ് ഡിബഞ്ചർ എന്നുള്ളത്. ഓക്കെ, ഇപ്പോൾ കമ്പനി പബ്ലിക്കിൽ നിന്ന് കടം വാങ്ങുന്നു, അതിനൊരു റിട്ടൺ അക്നോളജ്മെൻറ്റ് കൊടുക്കുന്നു. ഓക്കെ, ദെൻ സെക്കൻഡ് ഫീച്ചേഴ്സ്, ഇറ്റ് ഈസ് ഇഷ്യൂഡ് ഇൻ ദി ഫോം ഓഫ് സർട്ടിഫിക്കറ്റ്. ഇപ്പോൾ ഡിബഞ്ചർ ഇഷ്യൂ ചെയ്ത് കഴിഞ്ഞാൽ അത് ഒരു സർട്ടിഫിക്കറ്റ് ഫോമിലാണ് ഇഷ്യൂ ചെയ്യുക. ഓക്കെ, നെക്സ്റ്റ് ഇറ്റ് ഈസ് ഇഷ്യൂഡ് അണ്ടർ എ സീൽ ഓഫ് ദി കമ്പനി. അപ്പോൾ ഡിബഞ്ചർ ഇഷ്യൂ ചെയ്യുമ്പോൾ ആ ഡോക്യുമെൻറ്റിൽ കമ്പനിയുടെ സീൽ ഉണ്ടാകും. അപ്പോൾ കമ്പനിയുടെ സീൽ വെച്ചിട്ടാണ് ഡിബഞ്ചർ ഇഷ്യൂ ചെയ്യുക. And the fourth point, it is generally specify the periodical payment of interest at a fixed rate and the repayment of the principal amount after a fixed period. ഡിബഞ്ചർ ഇഷ്യൂ ചെയ്യുന്ന സമയത്ത് തന്നെ അതിൻ്റെ പീരിയോഡിക്കൽ പേയ്മെൻറ്റ് ഓഫ് ഇൻട്രസ്റ്റ് പറഞ്ഞിട്ടുണ്ടാകും. ഒരു ഫിക്സ്ഡ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഇഷ്യൂ ചെയ്യുന്ന സമയത്ത് പറഞ്ഞിട്ടുണ്ടാകും. അതേപോലെ എത്ര സമയം കൂടുമ്പോഴാണ് അതിന് ഇൻട്രസ്റ്റ് കൊടുക്കുക. അത് ചിലപ്പോൾ 3 മാസം കൂടുമ്പോഴോ അല്ലെങ്കിൽ 6 മാസം കൂടുമ്പോഴോ അല്ലെങ്കിൽ ഓരോ വർഷം കൂടുമ്പോഴോ എന്ത് ചെയ്യാം, ഈ ഡിബഞ്ചറിന് ഇൻട്രസ്റ്റ് കൊടുക്കുക. അതൊക്കെ എന്ത് ചെയ്തിട്ടുണ്ടാകും, ആദ്യം തന്നെ പറഞ്ഞിട്ടുണ്ടാകും. അതേപോലെ ഈ ഡിബഞ്ചർ എത്ര കാലം കഴിഞ്ഞിട്ടാണ് തിരിച്ച് കൊടുക്കുക അല്ലെങ്കിൽ റീപേയ്മെൻറ്റ് ചെയ്യുക എന്നുള്ളതും പറഞ്ഞിട്ടുണ്ടാകും. ഇപ്പോൾ കടം വാങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ച് കാലം കഴിഞ്ഞാൽ തിരിച്ചു കൊടുക്കണം അല്ലേ? അപ്പോൾ നമ്മളിവിടെ ആരിൽ നിന്നാണ് കടം വാങ്ങുന്നത്? പബ്ലിക്കിൽ നിന്നാണ് കടം വാങ്ങുന്നത്. അപ്പോൾ പബ്ലിക്കിന് കുറച്ച് കഴിഞ്ഞാൽ ആ എമൗണ്ട് തിരിച്ചു കൊടുക്കണം. അപ്പോൾ അത് എത്ര കാലം കഴിഞ്ഞിട്ടാണ് തിരിച്ചു കൊടുക്കുക എന്നുള്ളതും ഇഷ്യൂ ചെയ്യുന്ന സമയത്ത് പറഞ്ഞിട്ടുണ്ടാകും. ഓക്കെ, അപ്പോൾ പ്രിൻസിപ്പൽ എമൗണ്ട് തിരിച്ചു കൊടുക്കുന്നതും അതിൻ്റെ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റും പീരിയോഡിക്കൽ പേയ്മെൻറ്റ് ഓഫ് ഇൻട്രസ്റ്റും നമ്മൾ ഡിബഞ്ചർ ഇഷ്യൂ ചെയ്ത സമയത്ത് നോർമലി അത് പറഞ്ഞിട്ടുണ്ടാകും. ഓക്കെ, നെക്സ്റ്റ് പോയിന്റ്, ഇറ്റ് ഈസ് ജനറലി സെക്യൂർഡ് ബൈ എ ചാർജ് ക്രിയേറ്റഡ് ഓൺ ദി അസെറ്റ് ഓഫ് ദി കമ്പനി. ജനറലി ഡിബഞ്ചർ സെക്യൂർഡ് ആയിട്ടാണ് ഇഷ്യൂ ചെയ്യുക. അത് ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ അസറ്റിന്മേൽ എന്തെങ്കിലും ചാർജ് ചെയ്തിട്ടുണ്ടാകും. അഥവാ ഡിബഞ്ചർ ഹോൾഡേഴ്സിന് തിരിച്ചു കൊടുത്തിട്ടില്ല എങ്കിൽ ആ ചാർജ് ചെയ്തിട്ടുള്ള പെർട്ടിക്കുലർ അസറ്റ് വിറ്റിട്ടെങ്കിലും ഡിബഞ്ചർ ഹോൾഡേഴ്സിന് കൊടുക്കാനുള്ളത് കൊടുക്കും എന്ന് ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ടാണ് ഡിബഞ്ചർ ഏതെങ്കിലും അസറ്റിന്മേൽ ചാർജ് ചെയ്തിട്ടാണ് ഇഷ്യൂ ചെയ്യുക. ഓക്കെ, ദ ലാസ്റ്റ് പോയിന്റ്, ഇറ്റ് ഈസ് ഇഷ്യൂഡ് ടു റൈസ് ഫണ്ട് ഓൺ എ ലോങ് ടൈം ബേസിസ്, സേ 5 years, 10 years ആൻഡ് സോ ഓൺ. സാധാരണ ഡിബഞ്ചർ ഇഷ്യൂ ചെയ്യുന്നത് ലോങ് ടൈം ബേസിസിലാണ്. 5 വർഷത്തേക്കോ അല്ലെങ്കിൽ 10 വർഷത്തേക്കോ ഒക്കെയാണ്. അപ്പോൾ 5 വർഷം കഴിഞ്ഞിട്ട് തിരിച്ചു തരാം, നിങ്ങളുടെ ക്യാഷ് തിരിച്ചു തരാം, അതുവരെ നിങ്ങൾക്ക് എന്ത് കിട്ടും, ഇൻട്രസ്റ്റ് തരാം. ഓക്കെ, അങ്ങനെ പറഞ്ഞിട്ട് പബ്ലിക്കിൽ നിന്നും ഫണ്ട് കടം മേടിക്കുന്നതാണ് ഡിബഞ്ചർ. അത് ചിലപ്പോൾ 5 വർഷത്തേക്കാവാം, ചിലപ്പോൾ 10 വർഷത്തേക്കാവാം, അല്ലെങ്കിൽ 15 or 20 വർഷത്തേക്കൊക്കെ മേടിക്കുന്നതുണ്ട്. ഓക്കെ, അപ്പോൾ അതാണ് ഇതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എ ഡിബഞ്ചർ. ഇനി നമുക്ക് പഠിക്കാനുള്ളത് ഒരു ബോണ്ട് എന്നുള്ള ടേമാണ്. Bond is somewhat similar to debenture in terms of its content and texture. അപ്പോൾ ബോണ്ട് എന്ന് പറയുന്നത് ഡിബഞ്ചർ പോലെ തന്നെയാണ്, വേറെ വ്യത്യാസമൊന്നുമില്ല. ചെറിയ 1-2 വ്യത്യാസമേ ഉള്ളൂ, ബാക്കിയുള്ളതൊക്കെ
സെയിം ഡിബഞ്ചർ പോലെ തന്നെയാണ്. ബോണ്ടായാലും ഡിബഞ്ചർ ആയാലും അത് പബ്ലിക്കിൽ നിന്നാണ് കടം മേടിക്കുന്നത്. ഏർലിയർ ബോണ്ട് ഹാഡ് ബീൻ ഇഷ്യൂഡ് ഓൺലി ബൈ ദി ഗവൺമെൻറ്. സാധാരണ മുമ്പുള്ള കാലങ്ങളിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ബോണ്ട് ഇഷ്യൂ ചെയ്യുന്നത് ഗവൺമെൻറ് ആയിരുന്നു. എന്നാൽ ഈ കാലഘട്ടങ്ങളിൽ സെമി ഗവൺമെൻറ് ഓർഗനൈസേഷനും നോൺ ഗവൺമെൻറ് ഓർഗനൈസേഷൻസും ഒക്കെ ബോണ്ട് ഇഷ്യൂ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഡിബഞ്ചറും ബോണ്ടും തമ്മിലുള്ള മെയിൻ ആയിട്ടുള്ള ഡിഫറൻസ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ബോണ്ട് ഇഷ്യൂ ചെയ്യുന്നത് വിത്തൗട്ട് പ്രീ ഡിറ്റർമൈൻഡ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്. അപ്പോൾ ഒരു പ്രീ ഡിറ്റർമൈൻഡ് ആയിട്ടുള്ള റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് പറയാതെയാണ് ബോണ്ട് ഇഷ്യൂ ചെയ്യുക. അപ്പോൾ ഡിബഞ്ചർ ഇഷ്യൂ ചെയ്യുമ്പോൾ ആദ്യം തന്നെ മുൻകൂട്ടിയിട്ട് അതിൻ്റെ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് പറഞ്ഞിട്ടുണ്ടാകും. ഫോർ എക്സാമ്പിൾ 12% ഡിബഞ്ചർ അല്ലെങ്കിൽ 10% ഡിബഞ്ചർ. അപ്പോൾ ഡിബഞ്ചറിൻ്റെ ഇൻട്രസ്റ്റ് എന്നുള്ളത് 12% ആണ്. അപ്പോൾ 12% ഡിബഞ്ചർ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് ആ ഡിബഞ്ചറിൻ്റെ ഇൻട്രസ്റ്റ് എന്നുള്ളത് 12% ആണ് എന്നുള്ളത്. ഓക്കെ. എന്നാൽ ബോണ്ട് ഇഷ്യൂ ചെയ്യുമ്പോൾ അങ്ങനെ പ്രീ ഡിറ്റർമൈൻഡ് ആയിട്ടുള്ള ഒരു റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് പറഞ്ഞിട്ടുണ്ടാകില്ല. അതാണ് മെയിനായിട്ടും ബോണ്ടും ഡിബഞ്ചറും തമ്മിലുള്ള വ്യത്യാസം. പിന്നെ ഒരു ഡിഫറൻസ് പറയുന്നത് ഡിബഞ്ചർ സെക്യൂർഡ് ആണ്, എന്നാൽ ബോണ്ട് അൺസെക്യൂർഡ് ആയിട്ടാണ് ഇഷ്യൂ ചെയ്യുക എന്നുള്ള ഡിഫറൻസും പറയുന്നുണ്ട്. ഓക്കെ. അപ്പോൾ ഇത്രയുമാണ് നമ്മൾ ഈ ഒരു ഇൻട്രൊഡക്ഷൻ പാർട്ടിൽ പഠിക്കുന്നത്. നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് ടൈപ്സ് ഓഫ് ഡിബഞ്ചർ ആണ്. അത് നമ്മൾ നെക്സ്റ്റ് വീഡിയോയിൽ ഡിസ്കസ് ചെയ്യും. ഓക്കെ. അപ്പോൾ ഈ ഒരു ഇഷ്യൂ ഓഫ് ഡിബഞ്ചർ എന്ന ഈ ഒരു ചാപ്റ്റർ വളരെ സിമ്പിളാണ്. ഇഷ്യൂ ഓഫ് ഷെയർസ് പഠിച്ച് ഒരാളെ സംബന്ധിച്ചിടത്തോളം ഒരു 90% ഓൾറെഡി പഠിച്ചു കഴിഞ്ഞു. ഇനി 10% ആണ്. അത് നമുക്ക് എങ്ങനെയാണെന്നുള്ളത് ജസ്റ്റ് ഒന്ന് പെട്ടെന്ന് സിമ്പിളായിട്ട് കവർ ചെയ്യാവുന്ന ഏരിയ ആണ്. ഓക്കെ. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. വിൽ സീ നെക്സ്റ്റ് ക്ലാസ്.